വെൽക്കം മൈ ഡിയേഴ്സ്. ഇന്ന് നമ്മൾ ക്ലാസ് 10 CBSE മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്. ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ the numbers which can be expressed on the number line. നമ്പർ ലൈനിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട പോയിൻ്റ് എന്താണ്? നമ്പർ ലൈനിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എല്ലാം റിയൽ നമ്പേഴ്സാണ്. ഇനി ഏതൊക്കെ ടൈപ്പ് നമ്പേഴ്സാണ് റിയൽ നമ്പേഴ്സായിട്ട് വരാം? 2 ടൈപ്സ് ഓഫ് നമ്പേഴ്സാണുള്ളത്. ഒന്ന് റാഷണൽ നമ്പറും പിന്നെ ഇറാഷണൽ നമ്പേഴ്സും. അപ്പോൾ എല്ലാ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സും എന്ത് നമ്പറായിട്ട് വരും? റിയൽ നമ്പർ എന്ന ഒരു. ഇനി എന്താണ് റാഷണൽ നമ്പർ? റാഷണൽ നമ്പറിന് നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റും. ഈ പിയും ക്യൂവും എന്താണ്? P ആൻഡ് Q ആർ ഇൻറ്റീജേഴ്സ്. പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. ക്യൂ എന്തായിരിക്കരുത്? 0 ആവരുത്. P/Q ഫോമിൽ എഴുതാൻ പറ്റണം. പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. ക്യൂ എന്തായിരിക്കരുത്? ക്യൂ കനോട്ട് ബി 0. അപ്പോൾ ബൈ 0 ആയിക്കഴിഞ്ഞാൽ ഡിവിഷൻ ബൈ 0 ഈസ് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലേ? അതുകൊണ്ട് ക്യൂ 0 ആവരുത്. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻറ്റീജേഴ്സായിട്ട് ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻറ്റീജർ? ഈ റാഷണൽ നമ്പറിൽ ഏതൊക്കെ നമ്പർ പെടും? റാഷണൽ നമ്പറിൽ നാച്ചുറൽ നമ്പർ, നമ്മൾ LKG തൊട്ട് പഠിക്കുന്ന നമ്പർ, ഫസ്റ്റ് തന്നെ പഠിക്കണത് ഏത് നമ്പറാണ്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ അതാ 1 2 3 ഇങ്ങനെ കൗണ്ട് ചെയ്യാനാണ് നമ്മൾ ആദ്യം പഠിക്കുക. അപ്പോൾ അത് 1 2 3 അതാണ് നാച്ചുറൽ നമ്പർ. ഇനി ഈ 1 2 3യുടെ കൂടെ ഒരു 0യും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് കിട്ടി, വിച്ച് ഈസ് നോൺ ആസ് ഹോൾ നമ്പർ. എന്താണ്? ഈ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ 0 കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് എന്ത് നമ്പറായി മാറും? ഹോൾ നമ്പറായി മാറും. അപ്പോൾ ഹോൾ നമ്പറിൻ്റെ സെറ്റ് എന്തൊക്കെയാണ്? 0 തുടങ്ങി 1 2 3 എക്സെട്ര. ഇനി ഈ ഹോൾ നമ്പറിൻ്റെ കൂടെ എന്തും കൂടി ഇൻക്ലൂഡ് ചെയ്യുക? ഈ നമ്പേഴ്സിൻ്റെ എല്ലാം നെഗറ്റീവ്സും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ അതെന്തായി മാറും? അതാണ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഇൻറ്റീജേഴ്സാണ് അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ്. ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് നമ്പേഴ്സ്. അതായത് ഇപ്പോൾ എക്സെട്ര -3 -2 -1 0 1 2 3. മനസ്സിലായി? അപ്പോൾ ആദ്യം നാച്ചുറൽ നമ്പർ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ നമ്മൾ 0 കണ്ടുപിടിച്ചു. അപ്പോൾ എന്തായി? അത് ഹോൾ നമ്പർ ആയി. ഇനി ഹോൾ നമ്പറിൻ്റെ കൂടെ വീണ്ടും കുറച്ച് എന്താണ്? ഈ 1 2 3യുടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതെന്തായി? ഇൻറ്റീജേഴ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും നമ്പേഴ്സ് ഇതെല്ലാം എന്തിൽ പെടും? റാഷണൽ നമ്പറിൽ പെടുന്ന നമ്പേഴ്സാണ്. ഇനി ഇത് അല്ലാതെയും ഉണ്ട്. എന്താ? ഫ്രാക്ഷൻസ് അല്ലേ? ഇപ്പോൾ 1/4, പിന്നെന്താ 2/5. അപ്പോൾ ഈ ഫ്രാക്ഷൻസും എന്തിൽ വരും? റാഷണൽ നമ്പറിൽ വരും. മനസ്സിലായോ? പക്ഷേ എല്ലാ ഫ്രാക്ഷൻസും റാഷണൽ നമ്പറിൽ വരില്ല. അതിനി അടുത്തതായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനുള്ളൊരു കാര്യം. അപ്പോൾ ഇത്രയും വരെ മനസ്സിലായല്ലോ ഏതൊക്കെ റാഷണൽ നമ്പറിൽ വരും? നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഇൻറ്റീജേഴ്സ്. ഇതെല്ലാം ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം പെട്ടു അല്ലേ? ഇതും പിന്നെ എന്ത് വരും? ഫ്രാക്ഷൻസ് വരും. പക്ഷേ ഫ്രാക്ഷൻസിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. റാഷണൽ ആവണമെങ്കിൽ P/Q ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരു ഹോൾ നമ്പർ പാർട്ട് ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? ഒരു ഡെസിമൽ പാർട്ടും ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഒരു ഡിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ ഹോൾ നമ്പർ പാർട്ടും ഡെസിമൽ പാർട്ടും ഉണ്ടാവും. ചിലപ്പോൾ ഡെസിമൽ പാർട്ട് എന്തായിരിക്കും? 0 ആയിട്ട് വരും. ചിലപ്പോൾ ഹോൾ നമ്പർ പാർട്ട് 0 ആയിരിക്കും, ഡെസിമൽ പാർട്ട് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ P/Q ഇതിൽ P/Q ചെയ്യുമ്പോൾ ഡെസിമൽ പാർട്ട് ടെർമിനേറ്റിംഗ് ആണെങ്കിൽ, ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു എൻഡ് ഉണ്ട്. ഡെസിമൽ പാർട്ട് അവസാനിക്കണ ഒരു ഇതാണ് എന്നുണ്ടെങ്കിൽ അത് റാഷണൽ നമ്പറിൽ വരും. എന്താണ്? ഡെസിമൽ പാർട്ട് ടെർമിനേറ്റിംഗ് ആയിരിക്കണം. ഇനി അഥവാ ഈ ഡെസിമൽ പാർട്ട് ഒരിക്കലും അവസാനിക്കാണ്ട് ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെന്തെന്ന് വിളിക്കുക? നോൺ ടെർമിനേറ്റിംഗ് ആണ്. പക്ഷേ
അറ്റ് ദ സെയിം ടൈം അതൊരു നമ്പർ അല്ലെങ്കിൽ ഒരു പാറ്റേൺ പോലെ അത് റിപ്പീറ്റ് ചെയ്ത് വരാണ്. ഇപ്പോൾ പോയിൻ്റ് ഇപ്പോൾ 3 ഇങ്ങനെ വരാണെങ്കിൽ എന്താണ്, അതും റാഷണൽ നമ്പറായിട്ട് ഉൾപ്പെടുത്താം. അത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, ഇതിങ്ങനെ അവസാനിക്കില്ല. പക്ഷേ സെയിം നമ്പർ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരാണെങ്കിൽ എന്ത് പറയാം, ഇതും റാഷണൽ നമ്പറിൽ പെടും. അതുപോലെ തന്നെ ഇങ്ങനെ 0.33ക്ക് പകരം ഇപ്പോൾ 0.251 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്യണ പോലെ വരാണെങ്കിൽ ഇതും എന്തിൽ വരും, റാഷണൽ നമ്പറിൽ വരും. മനസ്സിലായോ? അപ്പോൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സും റാഷണൽ നമ്പർ അല്ല. റാഷണൽ നമ്പർ ആവണമെങ്കിൽ അതിൻ്റെ ഡെസിമൽ പാർട്ട്, ഡിവിഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡെസിമൽ പാർട്ട്, ആ ഡെസിമൽ പാർട്ട് എന്തായിരിക്കണം, ടെർമിനേറ്റിംഗ് ആയിരിക്കണം. അവസാനിക്കുന്ന ഡെസിമൽ പാർട്ടാണ് കറക്റ്റ് ഇത്ര നമ്പേഴ്സാണ് ഡെസിമൽ പാർട്ടിലുള്ളത്, ഇത്ര ഡിജിറ്റ്സ് ആണ് ഉള്ളത് എന്ന് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഇറ്റ്സ് എ റാഷണൽ നമ്പർ. ഇനി ഇപ്പോൾ നോൺ ടെർമിനേറ്റിംഗ് ആണ്, അറ്റ് ദ സെയിം ടൈം വൺ നമ്പർ ഈസ് റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ വൺ പാറ്റേൺ ഈസ് റിപ്പീറ്റിംഗ് ആണെങ്കിൽ എന്താ, അതും റാഷണൽ നമ്പർ ആയിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കണം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കണതൊക്കെ റാഷണൽ നമ്പറിന് എക്സാമ്പിളായിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ്. ഇപ്പോൾ ഇവിടെ 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതെന്താണ്, ഇതിൻ്റെ ഡെസിമൽ ഫോം എന്താ, 0.5. അപ്പോൾ ഡെസിമൽ പാർട്ടിൽ കറക്റ്റ് ഒരു ഡിജിറ്റ് ഉള്ളൂ, അതായത് ഇത് ടെർമിനേറ്റിംഗ് ആണ്, അതുകൊണ്ട് ഇത് റാഷണൽ നമ്പറാണ്. അടുത്തത് 2/5 ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും, 0.4 കിട്ടും അല്ലേ. 2/5 ഇതിട്ടു 0.4, അപ്പോൾ 0.4. ഇതും എന്താണ്, ടെർമിനേറ്റിംഗ് ആണ്, അപ്പോൾ ഇതും റാഷണൽ നമ്പറിൽ പെടും. അടുത്തത് 1/4, നമുക്കറിയാം 1/4 എന്താ, 0.25 ആണ്. അപ്പോൾ 0.25ഉം എന്താണ്, ടെർമിനേറ്റിംഗ് ആണ്, അതുകൊണ്ട് ഇത് റാഷണൽ നമ്പറിൽ വരും. ഇനി അടുത്ത ഇത് നോക്കിക്കഴിഞ്ഞാൽ 1/3 ആണ്. അത് ചെയ്ത് നോക്കിയേ, 1/3. ഇപ്പോൾ 3ൽ പോയിൻ്റ് ഇവിടെ ഇട്ടു, ഇപ്പോൾ 3ൽ 10, 3 ടൈംസ് 9 എത്ര വന്നു, 1, 0 ഇട്ടു, വീണ്ടും 3 ടൈംസ് 9, വീണ്ടും 1 വന്നു, 0 ഇട്ടു, 3 ടൈംസ് 9 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 0.3333 എങ്ങനെ ഫോർ എവർ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു റാഷണൽ നമ്പർ ആണോ, ഇത് ടെർമിനേറ്റിംഗ് ആണോ, അല്ല, നോൺ ടെർമിനേറ്റിംഗ് ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് റിപ്പീറ്റിംഗ് ആണ്, അതുകൊണ്ട് ഇതൊരു റാഷണൽ നമ്പറിൽ പെടും. ഇനി വേറൊരു ഫ്രാക്ഷൻ നോക്കിയേ, 22/7. അപ്പോൾ P/Q ഫോമാണ്. P/Q എന്തുതന്നെയാണ്, ഇൻറ്റിജേഴ്സാണ്. 22ഉം 7ഉം എന്തിൽ പെടുന്നതാണ്, ഇൻറ്റിജർ തന്നെയാണ്. അപ്പോൾ 22/7 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 22ൽ 3 ടൈംസ് 21, ബാക്കി 1, 10ൽ 1 ടൈം 7, 3, 0, 4, 28, 2, 0, 2, 14, 6, 0, 8, 56, 4, 0, 5, 35 ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കിയേ, നമുക്ക് എന്താ കോഷ്യൻ്റ് എന്താ കിട്ടിയത്, 3.14285. ഇവിടെ വെച്ച് അവസാനിച്ചോ, ഇല്ല, ഇനിയും ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരല്ല, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകണില്ല. അപ്പോൾ ഇതെങ്ങനത്തെ അങ്ങനത്തെ ഫ്രാക്ഷൻസ്, അങ്ങനത്തെ നമ്പേഴ്സിനെ ഏത് സെറ്റിലാണ് പെടുത്തുക, ഇറാഷണൽ നമ്പേഴ്സ് എന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിലാണ് പെടുത്തുക. മനസ്സിലായോ? അപ്പോൾ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനും എങ്ങനെ P/Q ഫോമിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെസിമൽ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അവസാനം ഉണ്ടാവില്ല. നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കും. ഇനി ഇറാഷണൽ നമ്പറിൻ്റെ എക്സാമ്പിൾസ് മെയിനായിട്ട് √2, √3, √4 വരോ, ഇല്ല, √4 നമുക്കറിയാം 2 ആണ്. 2 എന്ന് പറയുന്നത് എന്താ, നാച്ചുറൽ നമ്പറാണ്, അതൊരു റാഷണൽ നമ്പറാണ്. അപ്പോൾ √2, √3, √5 ഇതുപോലത്തെ √7 എക്സെട്ര. പിന്നെ നമുക്കെല്ലാവർക്കും അറിയണ പൈ എന്താണ്, ഒരു
ഇറാഷണൽ നമ്പറാണ്. വാട്ട് ഈസ് എ പ്രൈം നമ്പർ? ദ നമ്പർ വിച്ച് ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്. എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും? ഫാക്ടേഴ്സ് 2 എണ്ണം ഉണ്ടാവുള്ളൂ. ഓൺലി 2 ഫാക്ടേഴ്സ്. ഏതൊക്കെയായിരിക്കും? ഒരു ഫാക്ടർ 1 ആയിരിക്കും ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്, ആ നമ്പർ തന്നെയായിരിക്കും അടുത്ത ഫാക്ടറായിട്ട് വരാം. ഇപ്പോൾ ഉദാഹരണത്തിന് 2 എടുത്തു കഴിഞ്ഞാൽ 2ൻ്റെ ഫാക്ടർ ഏതൊക്കെയാണ്? 2നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റാം? 1 × 2 എന്ന് മാത്രമേ എഴുതാൻ പറ്റൂ അല്ലേ? വേറെ ഏതെങ്കിലും നമ്പറിൻ്റെ പ്രൊഡക്റ്റായിട്ട് 2 എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 1 × 2 എന്ന് എഴുതാൻ പറ്റുള്ളൂ 2നെ. അപ്പോൾ ഈ 1ഉം 2ഉമാണ് 2ൻ്റെ ഫാക്ടറായിട്ട് വരാം. അപ്പോൾ ഫാക്ടർ ഓഫ് 2 എന്തായി? 1 and 2. അപ്പോൾ 2 ഫാക്ടേഴ്സേ ഉണ്ടാവുള്ളൂ പ്രൈം നമ്പറിന്. വേറെ എക്സാമ്പിൾ എന്താ? 3നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 × 3 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 3യുടെ ഫാക്ടർ ഏതൊക്കെയാണ്? 1 and 3. 5നെ 1 × 5 എന്ന് എഴുതാം. 5ൻ്റെ ഫാക്ടർ എന്താ? 1 and 5. ഇനി 4 പ്രൈം നമ്പറാണോ? 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 4നെ നമുക്ക് 1 × 4 എന്ന് എഴുതാം. അതുപോലെ തന്നെ 2ൻ്റെ ടേബിളിലും വരും അല്ലേ? 2 × 2 എന്താണ്? 4 ആണ്. അപ്പോൾ 4ൻ്റെ ഫാക്ടേഴ്സ് എന്ത് വരും? ഫാക്ടേഴ്സ് ഓഫ് 4 ഏതൊക്കെയാണ്? 1, 2 and 4. 3 ഫാക്ടേഴ്സ് വന്നു. അപ്പോൾ ദ നമ്പർ വിച്ച് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഈസ് നോൺ ആസ് കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത് ഇപ്പോൾ? കോമ്പോസിറ്റ് നമ്പർ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഓൺലി 2 ഫാക്ടേഴ്സ്. മോർ ദാൻ 2 ഫാക്ടർ ആണെങ്കിൽ എന്താ? കോമ്പോസിറ്റ് നമ്പർ. ഇപ്പോൾ വേറൊരു ഉദാഹരണം എടുത്താൽ 12 എടുക്കാം. 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 12 എന്ന് എഴുതാം, 4 × 3 എന്ന് എഴുതാം, 6 × 2 എന്നും എഴുതാം അല്ലേ? അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 12 നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 1, 2, 3, 4, 6, 12. എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6. 6 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 12 എന്ന് പറയണത് എത്ര എണ്ണം ഉണ്ട്? 6 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെയാണ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ നമ്പറിൻ്റെ ടേബിളിൽ അല്ലാതെ വേറെ നമ്പേഴ്സിൻ്റെയും ടേബിളിൽ ഉണ്ടാവും. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ആസ് എ പ്രൊഡക്റ്റായിട്ട് വരും. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. കോമ്പോസിറ്റ് നമ്പർ. എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഏത് കോമ്പോസിറ്റ് നമ്പർ എടുത്താലും അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. 4 ഫസ്റ്റത്തെ കോമ്പോസിറ്റ് നമ്പറാണ്. ഈ കോമ്പോസിറ്റ് നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2. 2 എന്താണ്? 2 പ്രൈം നമ്പറാണ്. 4 കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ ഈ കോമ്പോസിറ്റ് നമ്പറിനെ നമുക്ക് പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റി. ഇനി ഇതുപോലെ വേറെ ഏതെങ്കിലും നമ്പർ, ഇപ്പോൾ 24 എടുത്തിട്ടുണ്ടെങ്കിൽ 24നെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം 8 × 3 24 ആണ്. 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2 ആണ് 8 അല്ലേ? 2 × 2 4 4 × 8 × 3. അപ്പോൾ ഈ 24 എന്ന നമ്പർ കോമ്പോസിറ്റ് ആണ്. 2 എന്താണ്? പ്രൈമാണ്. ഇതെങ്ങനെ എഴുതാൻ പറ്റി? നമുക്ക് പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാം. ഇനി നമുക്ക് HCF എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. HCFന് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ HCF കണ്ടുപിടിക്കാനായിട്ട് എടുക്കുമ്പോൾ 2 നമ്പേഴ്സിൻ്റെ HCF ആണെങ്കിൽ ആ 2 നമ്പറിലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ആയിരിക്കണം HCFനെ എടുക്കാനായിട്ട്. എന്താണ്? കോമൺ ആയിരിക്കണം. കോമൺ ഫാക്ടേഴ്സ് മാത്രമാണ് HCFന് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ HCF ആവാനുള്ള ഫസ്റ്റത്തെ യോഗ്യത, എലിജിബിലിറ്റി എന്താണ്? ഇറ്റ് ഷുഡ് ബി എ കോമൺ ഫാക്ടർ. ആ നമ്പേഴ്സ് ഇപ്പോൾ 2 നമ്പറിൻ്റെ HCF ആണ്, അല്ലെങ്കിൽ 3 നമ്പറിൻ്റെ HCF ആണ്, അഥവാ 4 നമ്പറിൻ്റെ HCF ആണെങ്കിൽ ആ 4 നമ്പേഴ്സിനും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. ഇനി എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതിയതിന് ശേഷം കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിൽ ലോവസ്റ്റ് പവർ, ഓൺലി ലോവസ്റ്റ് പവറുള്ള ഫാക്ടർ മാത്രം എടുക്കുക.
പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്ര മനസ്സിലാക്കി വയ്ക്കുക. കോമൺ ഫാക്ടർ ആയിരിക്കണം, ലോവസ്റ്റ് പവർ ആയിരിക്കണം വെൻ വി റൈറ്റ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഇൻ എക്സ്പൊണൻഷ്യൽ ഫോം. ഇനി അടുത്തത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? വി ക്യാൻ ടേക്ക് ഈച്ച് ആൻഡ് എവറി ഫാക്ടർ. നമുക്ക് എല്ലാ ഫാക്ടറും എടുക്കണം, കോമൺ ആയാലും കോമൺ അല്ലെങ്കിലും. മനസ്സിലായോ? അപ്പോൾ കോമൺ ആയാലും ഇപ്പോൾ ഒരു നമ്പറിൽ ആ ഫാക്ടർ ഉണ്ട്, അടുത്ത നമ്പറിൽ ആ ഫാക്ടർ ഇല്ലെങ്കിലും ആ ഫാക്ടർ നമ്മൾ LCMന് എടുക്കണം. അപ്പോൾ എവറി ഫാക്ടർ നമുക്ക് അതിൽ കൺസിഡർ ചെയ്യണം. ഇനി ഏത് പവറാണ് എടുക്കേണ്ടത്? ഹയ്യസ്റ്റ് പവറാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. 72 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ 120 എന്ത് കിട്ടി? 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 5. നമുക്ക് HCF കണ്ടുപിടിക്കാനായിട്ട് എന്താണ്? കോമൺ ആയിരിക്കണം, കോമൺ ഫാക്ടർ ആയിരിക്കണം. ഇവിടെ 2 എന്ന് പറയുന്നത് ഈ 3 നമ്പേഴ്സിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടറാണ് അല്ലേ? അപ്പോൾ നമുക്ക് 2 എന്ത് ചെയ്യാം? 2 HCFന് വേണ്ടി എടുക്കാം. ഇനി അടുത്ത ഫാക്ടർ ഏതാ? 3യും ഈ 3 നമ്പറിലും ഉണ്ട്. ഇവിടെയുണ്ട്, 6-നുണ്ട്, 72-നുണ്ട്, 120-യുടെയും ഫാക്ടറാണ് 3. 5 ഏതിന് മാത്രമേ ഉള്ളൂ? 120-ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 ഈസ് നോട്ട് എ കോമൺ ഫാക്ടർ. അപ്പോൾ കോമൺ ഫാക്ടർ അല്ലാത്തതുകൊണ്ട് നമുക്ക് 5 കൺസിഡർ ചെയ്യേണ്ട. ഓൺലി 2 and 3 ആണ് നമുക്ക് എടുക്കേണ്ട ഫാക്ടേഴ്സ്. ഇനി എന്തെടുക്കണം? ഇതിലെ ഏത് പവർ എടുക്കണം? ഏറ്റവും ചെറിയ പവർ ഏതാണ്? 2ൻ്റെ ഏറ്റവും ചെറിയ പവർ ഏതാ? ഇവിടെ അല്ലേ? ഇത് 3 ആണ്, റേസ് ടു 3 ആണ്. ഇവിടെ റേസ് ടു 3 തന്നെയാണ്. ഇവിടെ എന്താ? റേസ് ടു 1 ആണ്. അപ്പോൾ ഈ ഒരു സ്മോൾ പവർ ഏതാ? അതാണ് എടുക്കേണ്ടത്. അപ്പോൾ 2 എടുത്തു, 2ൻ്റെ ഏറ്റവും ചെറിയ പവർ എടുത്തു. അടുത്ത കോമൺ ഫാക്ടർ 3യുടെ ഏറ്റവും ചെറിയ പവർ ഏതാ? ഇവിടെ റേസ് ടു 1, ഇവിടെയും 1, ഇവിടെ 2. അപ്പോൾ ഏതെടുക്കണം? 1 എടുക്കണം. അപ്പോൾ 2 ഇൻറ്റു 3 എത്ര കിട്ടി? 6. അപ്പോൾ ഏതാണ് ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ? 2 ഇൻറ്റു 3 ഈക്വൽ ടു 6. സിമ്പിൾ. ഇനി LCM കണ്ടുപിടിക്കാനോ? LCM കണ്ടുപിടിക്കാൻ നമുക്ക് കോമൺ ഫാക്ടർ വേണ്ട, എല്ലാ ഫാക്ടറും എടുക്കണം. അതായത് ഇവിടെ നമുക്ക് എല്ലാത്തിനും കൂടിയിട്ട് ഏതൊക്കെ ഫാക്ടർ ഉള്ളത്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? 3 എണ്ണത്തിനും കൂടി 2ഉം 3ഉം 5 ആണുള്ളത്. ഇനി എല്ലാത്തിൻ്റെയും ഗ്രേറ്റസ്റ്റ് പവർ വരുന്നത് മാത്രമേ എടുക്കണ്ടൂ. 2ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ ഏതാ? 3 ആണ് അല്ലേ? ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്. അപ്പോൾ 2 റേസ് ടു 3 എടുക്കുക. 3യുടെ ഗ്രേറ്റസ്റ്റ് പവർ എവിടെയാണ് വരുന്നത്? ഇതാ ഇവിടെ 3 റേസ് ടു 2, 3 സ്ക്വയർ. അപ്പോൾ 3 സ്ക്വയർ എടുക്കുക. 5 ആകെ ഇവിടെ ഉള്ളൂ, 5 റേസ് ടു 1. അപ്പോൾ 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 360 കിട്ടും. അപ്പോൾ ഇതാണ് LCM, ഇതാണ് HCF. എങ്ങനെയാണ് മനസ്സിലായല്ലോ?